കേരളത്തിൽ പൊതുസമൂഹം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നു ലഹരിക്കെതിരായ പ്രതിരോധത്തെ സംബന്ധിച്ച് പല വിഷയങ്ങൾ പല ഘട്ടങ്ങളിലായി കേരളത്തിൽ ഉയർന്നു വന്നിട്ടില്ല. ലഹരിക്കെതിരായ പ്രതിരോധത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല. ആ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ഈ വലിയ യുഗത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് വലിയ പരിശ്രമം നടത്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തപ്പെട്ടു. നിങ്ങൾക്ക് SFI ചരിത്രം പരിശോധിച്ചാലും ഈ വർത്തമാന കാലത്ത് ഈ അടുത്ത കാലങ്ങളിൽ SFI നടത്തിയ ഇടപെടൽ പരിശോധിച്ചാലും ഇതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി SFI സഖാക്കൾ ഏറ്റുവാങ്ങേണ്ടിയെന്ന കടന്നാക്രമണം പരിശോധിച്ചാൽ ഈ അടുത്ത കാലത്ത് ക്യാമ്പസുകൾക്കകത്ത് ജീവൻ പോലും കൊടുത്ത് ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ലഹരി വസ്തുക്കളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം SFI നടത്തുന്നതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ കേരളത്തെ അടുത്ത കാലത്തായി ഈ ലഹരി മാഫിയയെ പ്രോത്സാഹിപ്പിക്കുന്ന വണ്ണം ഇതിനെതിരെ പ്രതിരോധം നടത്തുന്ന SFIയെ കടന്നാക്രമിക്കാൻ കേരളത്തിലെ വലതുപക്ഷം, ആ വലതുപക്ഷത്തിൻ്റെ ഭാഗമായ കോൺഗ്രസും ആ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ KSU ഒരു നാണവുമില്ലാതെ കുപ്രചരണം SFIക്കെതിരെ നടത്തുക. ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ SFIയുടെ സമീപകാലത്തെ ഇടപെടൽ മാത്രം പരിശോധിച്ചാൽ ഈ ലഹരി മാഫിയക്കെതിരായ ശക്തമായ നിലപാട് SFI സ്വീകരിക്കുമ്പോഴാണ് ഒരടിസ്ഥാനവുമില്ലാത്ത അപവാദ പ്രകടനം SFIക്കെതിരായി കോൺഗ്രസും KSU നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടിയ വിവരം വളരെ ആധികാരികമായ വിവരം, കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്തും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ ഈ ലഹരി മാഫിയോടൊപ്പം ചേർന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലഹരി മാഫിയയ്ക്ക് അടിമകളാക്കാൻ കോൺഗ്രസും KSUവും ചേർന്ന് ഗൂഢമായ പദ്ധതി കേരളത്തിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുക. ഞങ്ങൾ വെറുതെ ഒരു ആരോപണം ഒന്നിലും ഉന്നയിക്കുകയല്ല. 2023 നവംബർ മാസം 20-ാം തീയതിയാണ് 2.5 കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് പത്തനംതിട്ട ജില്ലയിലെ നഹാസ് പിടിയിലാകും. 2023 ഡിസംബർ 29-നാണ് 40 കിലോ കഞ്ചാവുമായി, ഒന്നും രണ്ടല്ല, ആലോചിക്കണം, 40 കിലോ കഞ്ചാവുമായും ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഷൈജു മാലിക്കിനെ ബാലരാമൂർത്തി കൊണ്ടുവന്നു. 2024 ഓഗസ്റ്റ് 23-ന് 2 കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പത്തനംതിട്ടയിൽ നസീബിനെ പോലീസ് പിടിക്കുക. 2024 ഡിസംബർ മാസം 11-ന് ഇടുക്കിയിലെ വിവിധങ്ങളായ ക്യാമ്പസുകളിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി ശേഖരിച്ച ഈ പറയുന്ന കഞ്ചാവുമായി ഇടുക്കിയിലെ KSUവിൻ്റെ നിസാർക്കാനല്ല കേട്ടോ, ജില്ലാ സെക്രട്ടറിയായ റിസ്വാൻ നാസിനെ പോലീസ് പിടികൂടി. നിങ്ങൾ നോക്ക്, അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് 1.9 കിലോ കഞ്ചാവുമായി കളർശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നിന്ന് KSU പ്രവർത്തകരായ ആകാശ്, യൂണിറ്റ് സെക്രട്ടറിയായ ഷാരിഖ്, ഇന്ന് പിടിച്ച അനുരാഗ് ഉൾപ്പെടെയുള്ളവരെ പിടിക്കും. നിങ്ങൾ നോക്കി, ഞാൻ ഈ പറഞ്ഞ കേസുകളൊന്നും, ഇതാണ് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ എണ്ണി പറഞ്ഞ കേസുകളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്ന് മാത്രമല്ല, ഇവരാരും ഉപയോഗിച്ചതിൻ്റെ പേരിലല്ല പിടിക്കപ്പെട്ടത് എന്നതാണ് വിവരമുള്ളത്. ഇവരെല്ലാം പിടിച്ചിരിക്കുന്നത് ബൾക്ക് ക്വാളിറ്റിയുമായിട്ടാണ്. ഇവരാരും ഉപയോഗിക്കുന്നവരല്ല എന്ന് മാത്രമല്ല, ഇവരെല്ലാം കേരളത്തിലെ ക്യാമ്പസുകളിലേക്കും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലേക്കും ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ പ്രധാനപ്പെട്ട ഡീലർമാരും സപ്ലയർമാരുമാണ്. നിങ്ങൾ നോക്ക്, ഈ പറഞ്ഞവരെല്ലാം എണ്ണം പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെ നേതാക്കന്മാരല്ലേ? എണ്ണം പറഞ്ഞ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഈ കേരളത്തിനകത്ത് ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ വീണ്ടും ആവർത്തി പറയും, സപ്ലയർമാരായതിൻ്റെ പേരിൽ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പിടിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കേരളത്തിൽ ലീഡർഷിപ്പിൽ ഒരു നാണവുമില്ലാതെ SFI കടന്നാപ്പിക്കേണ്ടിയിരിക്കും? VD സതീശൻ്റെ നിലപാടെന്താ? SFI ആണ് ഇതിന് പിന്നിൽ എന്ന് ഓരോ വാർത്ത വരുന്നതിന് മുമ്പായി തന്നെ സ്ഥാപിക്കുകയാണ്. നാളെ ഇനി വാർത്ത വന്നാൽ അതും SFI ആണ് എന്നാണ് VD സതീശൻ പറഞ്ഞിട്ടിരിക്കുന്നത്. ഇത് വാർത്ത വരുന്നുണ്ടോ SFI ആണ്. നിങ്ങൾ നോക്കി, ഞങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഏതെങ്കിലും നിഷേധിക്കാൻ കോൺഗ്രസ് ധൈര്യമുണ്ടോ? ഈ പറഞ്ഞ ആരെങ്കിലും KSUക്കാരല്ല കോൺഗ്രസ്സുകാരല്ല എന്ന് പറയാൻ കോൺഗ്രസ് ധൈര്യമുണ്ടോ? മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്താ? പുതിയ കാലഘട്ടത്തിലെ സിനിമകൾ കാരണമാണെന്നൊരു വിമർശനമുണ്ട്. SFI എങ്ങനെയാണ് ആ വിഷയത്തിൽ നോക്കുന്നത്? ഞങ്ങളതിനകത്ത് നിലപാട് നേരത്തെ പറഞ്ഞു. സിനിമകൾ മാത്രമല്ല, കേരളത്തിൻ്റെ അകത്ത് മാത്രമല്ല, രാജ്യത്താകെയും ലോകത്താകെയും പുതിയ കാലഘട്ടത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ചില പ്രവണതകൾ സ്വാഭാവികം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നവമാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ
നിങ്ങളിപ്പോൾ മാധ്യമങ്ങളാണ്, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. പക്ഷേ നിങ്ങളെ തന്നെ എത്ര ചെറുപ്പക്കാർ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആശങ്ക മുഴുവൻ ചർച്ച ചെയ്യുന്നത് കാര്യം നിങ്ങളെ തന്നെ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൃശ്യമായ അവൈലബിലിറ്റി ഒക്കെ മാറിയിരിക്കുകയാണ്. അവർ പലപ്പോഴും ഈ ദൃശ്യ മീഡിയാസ് എന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും സോഷ്യൽ മീഡിയ, അത് തന്നെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളാണ്. അപ്പോൾ ഇവയിലെല്ലാം അവരുടെ കയ്യിലേക്ക് വരുന്ന കണ്ടന്റ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് കണ്ടിട്ടുള്ളതല്ല എന്ന് പറയുന്നത്. അവരുടെയൊക്കെ സൂപ്പർ ഹീറോകൾ തന്നെ മാറിയിരിക്കുന്നു. ഞങ്ങൾ പല വിഷയങ്ങളും പ്രധാനമായി അഡ്രസ്സ് ചെയ്യാൻ, ഞങ്ങൾ തുടർന്നും അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മോഡലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൺസെപ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും മാറുന്ന അറിയാം, 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചു കുട്ടികളാണെന്നുള്ള പ്രത്യേകത. അപ്പോൾ മോഡലുകൾ മാറുന്നു, കൺസെപ്റ്റുകൾ മാറുന്നു, അവരുടെ കയ്യിലേക്ക് എത്തുന്ന കണ്ടന്റുകൾ മാറും. ആ കണ്ടന്റുകൾക്കകത്ത് അവരെ തെറ്റായ വഴിക്ക് നയിക്കാൻ സാധിക്കുന്ന പല കണ്ടന്റുകൾ ഉണ്ട്. അതിനെക്കൂടി പ്രയോജനം മാത്രം ഒറ്റടിക്കുള്ള ബോധവൽക്കരണമല്ല, ഘട്ടം ഘട്ടമായി ഇങ്ങനെ കുട്ടികൾക്കിടയിലേക്ക് എത്തുന്ന ആശയങ്ങളെ പിന്തിരിപ്പനായ അരാജക പ്രവർത്തനങ്ങൾ വളർത്തുന്ന ലഹരി മാഫിയകൾ ഉൾപ്പെടെ അടുപ്പിക്കുന്ന സിനിമകൾ ഉൾപ്പെടെ തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുന്ന സിനിമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആശയങ്ങളെയും കുട്ടികളിൽ നിന്ന് അകറ്റി നിർത്താൻ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറേ കൂടി സ്ട്രെയിൻ നമ്മുടെ തല്ലിക്കെട്ടുള്ള പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന പി.ഡി. സഹിച്ച് നടത്തുന്നു. മൂന്നാമത്തെ പ്രസ്താവന രമേശ് ചെന്നിത്തല നടത്തുന്നു. ആർക്കാണ് ഇതിന്റെ പ്രയോജനം? ഞങ്ങൾ ചോദിക്കുന്നതാണ്. ഇവർ ഈ നടത്തുന്ന രാഷ്ട്രീയ ആരോപണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളാരാണ്? കോൺഗ്രസ് ആണ്. KSUവിന്റെ ക്യാമ്പിനകത്ത് ഞങ്ങൾ വീണ്ടും ഉത്തരവാദിത്തോട് പറയുന്നു, KSUവിന്റെ ക്യാമ്പിനകത്ത്, നെയ്യാർ ഡാമിന്റെ ക്യാമ്പിനകത്ത് ആ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായ തമ്മിത്തല്ലിന്റെ തുടർച്ചയാണ് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഉണ്ടായിരിക്കുന്ന ക്യാമ്പസിനകത്ത് ലഹരി വ്യാപനം എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതായിരിക്കും. ഇതേ ജാഥ ഇപ്പോൾ ജാഥ നടത്തുന്നുണ്ടല്ലോ, ജാഥ നടത്തുന്നതിനെ പറ്റിയൊന്നും ഞങ്ങൾ ഒന്നുമേ പറയുന്നില്ല. ജാഥയുടെ അവസ്ഥ എന്താണ്, സ്ഥിതി എന്താണെന്നുള്ള പുസ്തകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാഥ ഇങ്ങനെ നടത്തി അതിഗംഭീരമായി KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുന്നേറി വരുമ്പോഴാണ് KSUവിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഇതേ ലഹരി മരുന്ന് മയക്കുമാറ്റിയ നേതാവായ മരണനീശുമായി നിന്ന് ഫോട്ടോ പങ്കുകൊണ്ടിരുന്നു. ഞങ്ങൾ സംശയിക്കുന്നത് ഈ ജാഥയിൽ ഉടനീളം വിപുലങ്ങളായ KSU നേതാക്കന്മാർ ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെടുന്നുണ്ട്. വിപുലങ്ങളായ പ്രദേശങ്ങളിൽ ഈ മയക്കുമരുന്ന് മാഫിയയുടെ സപ്ലൈ ഉൾപ്പെടെ ഈ ജാഥയുടെ ഭാഗമായി നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ഗൗരവമായി പൊതുസമൂഹത്തിന് മുന്നിൽ ഉന്നയിക്കുകയാണ്. ലഹരി അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല അലോഷ്യസ് സേവ്യർ ഈ ജാഥ നടത്തുന്നത്, ലഹരിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ജാഥയാണ് എന്നാണ് ജാഥയുടെ ഓരോ ദിവസം പറയുന്നത്. ഇന്ന് വന്ന വാർത്ത എന്താ? ഇന്ന് വന്ന വാർത്ത മഹാരാജാസിലെ യൂണിറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ മലപ്പുറത്തുകാരനായ ഒരു ജില്ലാ സെക്രട്ടറിയെ മദ്യപിച്ച്, മദ്യമാണെന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല, ഞങ്ങൾ കിട്ടിയ വിവരം കൃത്യമായ ലഹരി വസ്തു എനിക്ക് തോന്നുന്നു അലോഷ്യസ് ജാഥയുടെ ഭാഗമായി ഗൂഗിൾ ഗുരുവായൂരിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ലഹരി വസ്തുവായിരിക്കാം. ആ ലഹരി വസ്തു ഉപയോഗിച്ച KSUവിന്റെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത തർക്കത്തിന്റെ ഭാഗമായി ആക്രമിക്കുകയാണ്. ഞങ്ങൾ സംശയിക്കുന്നത് ലഹരി പങ്കെടുക്കുമായി ബന്ധപ്പെട്ട തർക്കമാണ് മഹാരാജാസിലെ ഈ തർക്കത്തിലേക്ക് പോയിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസും ഒപ്പം ചേർന്ന ഒരാളുണ്ട് കേട്ടോ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഞാൻ ഒന്നുമേ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. ഞാനൊരു വിദ്യാർത്ഥി നേതാവായതുകൊണ്ട് ഒരു SFI പ്രവർത്തകരായതുകൊണ്ട് ചില വാക്കുകൾ ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഉപയോഗിക്കുന്നതിന് പരിമിതികളുണ്ട്. ഞാൻ അങ്ങനെ വീട്ടിപ്പരത്തൊന്നും പറയുന്നു. അദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ട്. ആരാ? KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന് മാധ്യമങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിനോട് ഒരു വിളിപ്പേരുണ്ട്. ആ വിളിപ്പേര് ഒരു ലഹരി വസ്തുവുമായി ബന്ധപ്പെട്ട വിളിപ്പേരാണ്. അതുകൊണ്ട് ലഹരിയിൽ പ്രതികരിക്കാൻ BJPയിലെ ഏറ്റവും ഉന്നതനും പ്രമുഖനുമായ ആൾ K. സുരേന്ദ്രനാണ്. ആ ലഹരി വസ്തുവിന്റെ പേര് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, പൊതുസമൂഹം അന്വേഷിച്ചോട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന് വേണമെങ്കിൽ രാഷ്ട്രീയമായ മറുപടി പറയാം. ആ രാഷ്ട്രീയമായ മറുപടി രാഹുൽ മഹാത്മാഗാന്ധി ചെറുമുഖൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ RSSും BJPയുമാണ്. ആ ക്യാൻസറാണ് രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഏറ്റവും നല്ല ആൾ K. സുരേന്ദ്രനാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാരാജാസിന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുട്ടിക്കെതിരെ SFI നടപടിയെടുത്തിട്ടുണ്ട്. അതെ, കളമശ്ശേരി വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അനുരാഗ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി നടക്കുന്ന യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി ആ വിദ്യാർത്ഥിയെ യൂണിറ്റ് കമ്മിറ്റിയിൽ ഒഴിവാക്കിയെടുക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ കുട്ടി താമസിച്ച മുറിയിൽ നിന്നാണ് 9 ഗ്രാം വരുന്ന കഞ്ചാവ് പിടികൂടിയെന്ന പോലീസ് FIR. ഒരാളും പെടാൻ പാടില്ല. മാത്രമല്ല ഇതിനെതിരായ ജാഗ്രതയുടെ പ്രധാനപ്പെട്ട ഫ്രണ്ട് ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകൾ തുറന്നുകൊണ്ടിരിക്കുന്ന SFI ആണ്. അപ്പോൾ ആ SFIക്കെതിരായി ചെറുതായെങ്കിലും ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ അവസരമായി ആ സംഭവം മാറിയതുകൊണ്ടാണ് നടന്നത്. വാർത്ത പ്രചരിപ്പിക്കാൻ അവസരമായതുകൊണ്ടാണോ അതോ ഈ മുറിയിൽ നിന്ന് കഞ്ചാവ് കിട്ടിയതുകൊണ്ടാണോ? അല്ല, ആ മുറിയിൽ നിന്ന് കഞ്ചാവ് ആ കുട്ടി താമസിക്കുന്ന മുറിയിൽ നിന്നാണോ ഇപ്പോൾ FIR അനുസരിച്ച് ആ കഞ്ചാവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റായ ഒരു മെസ്സേജ് ആണല്ലോ സ്വാഭാവിക പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്. ഈ പുതിയൊരു സാഹചര്യത്തിൽ SFIക്ക് ക്യാമ്പസുകളിൽ എല്ലാ ക്യാമ്പസുകളിലും സ്കൂളുകളിലായാലും കോളേജുകളിലായാലും ഒക്കെ കമ്മിറ്റികളുള്ളതാണ്, അവിടെ സ്വാധീനമുള്ളതാണ്.
എന്ത് ചെയ്യാൻ കഴിയും? സ്വാഭാവികമായി എല്ലാം SFI നേതൃത്വം അറിഞ്ഞോണമെന്നൊന്നുമില്ല. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ സ്വാധീനമുള്ള സംഘടന എന്ന നിലയിൽ SFIക്ക് എന്ത് ചെയ്യാൻ കഴിയും? തീർച്ചയായും ഞാൻ അതാണ് ഈ വാർത്താസമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞത്. ഇതിനെതിരായി പൊതുസമൂഹം ഒന്നാകെ ചേർന്ന് വലിയ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിനടക്കാണ് വലതുപക്ഷം ഒരു വിഭാഗം മാധ്യമങ്ങൾ, ഞാനത് പറഞ്ഞപ്പോൾ വിട്ടുപോയാലും ചോദിക്കുന്നത്, ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് ഈ പ്രതിരോധത്തെ ദുർബലപ്പെടുത്താനുള്ള പരിശ്രമം നടത്തുന്നത്. ഇതിനെ നമ്മൾ കൂട്ടായി നേരിടണം. നിങ്ങൾ നോക്ക്, എത്ര ഉത്തരവാദിത്തോടുകൂടിയാണ് കേരളത്തിലെ മന്ത്രിമാരെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് കേരളത്തിലെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ, ശ്രീ മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ, ശ്രീ MP രാജേഷ് ആയിക്കോട്ടെ, ശ്രീ P രാജീവ് ആയിക്കോട്ടെ, എത്ര ഉത്തരവാദിത്തോടുകൂടി മുഖ്യമന്ത്രി കേരളത്തിലെ നിയമസഭയിൽ എത്ര ഉത്തരവാദിത്തോട്. ഇവരൊക്കെ ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് ഇതിനെ മാതൃകയാക്കാൻ തയ്യാറാണ്. ഞങ്ങൾ അടിസ്ഥാനപരമായി എല്ലാ കാലഘട്ടത്തിലും പറയുന്നത് ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി സജീവമായ കേരളത്തിലെ ക്യാമ്പസ് പ്രവർത്തനങ്ങൾ നടത്തും. അതിനെന്തൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. ബോധവൽക്കരണം മാത്രമല്ല, ലഹരി മാഫിയെ ക്യാമ്പസിനകത്ത് കടക്കാതിരിക്കാൻ കഴിയുന്നത് ഞങ്ങൾ ഇടപെടും. അങ്ങനെ ഇടപെടുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. KSUവും കോൺഗ്രസും ബോധപൂർവം കേരളത്തിനകത്ത് വിദ്യാർത്ഥികളുടെ പൊതുബോധം ഉൾപ്പെടെ നശിപ്പിക്കുന്നതിന് ഇനി ഇതെന്തെങ്കിലും കൊടുത്ത് കുറച്ച് വിദ്യാർത്ഥികളെ ഒപ്പം നിർത്താൻ കഴിയുമോ എന്ന പരിശോധനയുടെ കൂടി അടിസ്ഥാനത്തിൽ അവർ വിദ്യാർത്ഥികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ രേഖകൾ വെച്ചുള്ള വിവരങ്ങളാണ്. ഇതിൻ്റെ FIR ഉൾപ്പെടെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ന്യായമായി അന്വേഷിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഓരോ കേസിലും FIR കിട്ടും. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇവരാരും ഉപയോഗിച്ചവർ മാത്രമല്ല, ഇവരെല്ലാവരും ബൾക്ക് എമൗണ്ടിൽ ഡീലിംഗ് നടത്തിയ ഡീലർമാരാണ്. ഇതിനാരാ പിന്നെ VD സതീശൻ, പ്രതിപക്ഷപ്പെട്ട ബഹുമാനപ്പെട്ട VD സതീശന്റെ വാക്ക് കടമെടുത്താൽ ഹൂ ഈസ് ദ പൊളിറ്റിക്കൽ പാർട്ട്നർ ബിഹൈൻഡ് ദീസ് ടു എൽമെന്റ്സ്? ആരാണ് പൊളിറ്റിക്കൽ പാർട്ട്നേഴ്സ്? വ്യക്തമാക്കാൻ VD സതീശൻ തയ്യാറാവണ്ടേ? ഇതിന്റെ പൊളിറ്റിക്കൽ പാർട്ട്നേജ് ആർക്കാണ്? ഈ പറഞ്ഞ KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പൊളിറ്റിക്കൽ പാർട്ട്നേജ് VD സതീശന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? മുൻ പ്രതിപക്ഷ നേതാവിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇവരെല്ലാം ബോധപൂർവ്വം, അതിന്റെ ഉദ്ദേശം കഴിയാം. ഉദ്ദേശം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് ഇടതുപക്ഷ ബോധം തകർക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ള ഇടതുപക്ഷ ബോധവും പുരോഗമനവും തകർക്കാൻ വേണ്ടി മയക്കുമരുന്ന് മാഫിയയുടെ പിന്തുണ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വിദ്യാർത്ഥികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധമ പ്രവർത്തനം അവസാനിപ്പിക്കണം. നിങ്ങൾ ബോധപൂർവമായി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് മയക്കുമരുന്ന് കടത്തിവിടാനുള്ള മയക്കുമരുന്ന് മാഫിയക്കൊപ്പം ചേർന്നുള്ള പ്രവർത്തനം അവസാനിപ്പിക്കണം. ജാഥ നടത്തുന്നത് നല്ല കാര്യമാണ്. ആ ജാഥ നടത്തുമ്പോൾ ആ ജാഥ ഈ മയക്കുമരുന്ന് പ്രചരിപ്പിക്കാനുള്ള പോംവഴിയായി പിൻവഴിയായി KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് എടുക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ നിലയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ മയക്കുമരുന്ന് മാഫിയകളെ കൂട്ടുപിടിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ ചെറുമുനപക്ഷമെങ്കിലും സ്വാധീനിക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാര്യം അടിവരയിട്ട് ഞങ്ങൾ പറയാം, അതിനെയും പ്രതിരോധിച്ച് ഞങ്ങൾ ഈ കേരളത്തിനകത്ത് മയക്കുമരുന്ന് മാഫിയക്കെതിരായ പ്രതിരോധം ശക്തമാണ്.